ഹായ് ആൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എയർപോർട്ട് അതോറിറ്റിയിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിലേക്കാണ് നിയമനം. അത്യാവശ്യം ശമ്പളമുള്ളൊരു തസ്തികയാണ്. പക്ഷേ ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഏതൊക്കെ തസ്തികകളിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്കാണ് തസ്തികകളുള്ളത്. ആദ്യത്തേത്. രണ്ടാമത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. മൂന്നാമത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ്. ഇതിൽ മുഴുവൻ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയറിലേക്ക് 13 വേക്കൻസിയും ഹ്യൂമൻ റിസോഴ്സിലേക്ക് 66 വേക്കൻസിയും ഒപ്പം തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജസിലേക്ക് 4 വേക്കൻസികളുമാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 3 കാറ്റഗറിയിലാണ് ഈ ഒരു നിയമനം നടക്കുന്നത്. ഇനിയും ഇതിൻ്റെ ഓരോ തസ്തികയ്ക്കും വേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് എന്നതിലേക്കുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, അതല്ലെന്നുണ്ടെങ്കിൽ BTech, ഇത് ഫയർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇവയിൽ ഏതെങ്കിലും നേടിയിട്ടുള്ള ഡിഗ്രി, BE ഡിഗ്രി അല്ലെന്നുണ്ടെങ്കിൽ BTech ഡിഗ്രിയാണ് ഇവിടുത്തെ അഭിലഷണീയ യോഗ്യതയായിട്ട് പറയുന്നത്. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഇതിലേക്ക് ഗ്രാജുവേറ്റ് ആൻഡ് MBA ഓർ ഇക്വലന്റ് 2 ഇയർ ഡ്യൂറേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ HR, HRD, PM&IR, ലേബർ വെൽഫെയർ ഇവയിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഈ മോളിൽ പറഞ്ഞ 2 തസ്തികയ്ക്കും എക്സ്പീരിയൻസ് നിർബന്ധമല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തതായിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജസിലേക്കാണ്. ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് വിത്ത് English or Hindi respectively as subject at degree level or post graduation in any other subject with Hindi and English as a compulsory elective subject at degree level എന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതായത് ഹിന്ദി ഇംഗ്ലീഷും ഡിഗ്രി ലെവലിലെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് മാത്രമേ ഇതിൽ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല ഇതിന് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. അതായത് ഏറ്റവും കുറഞ്ഞത് 2 വർഷത്തിൽ കുറയാത്ത ട്രാൻസ്ലേഷൻ റിലേറ്റിംഗ് ടു ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കുന്നതിന് തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ളതായിട്ടൂടെ പറയുന്നു. അടുത്തതായിട്ട് ഏജ് ലിമിറ്റും അതിൻ്റെ റിലാക്സേഷനുമാണ്. നിലവിൽ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അൺറിസർവ്ഡ് ആയിട്ടുള്ളവർക്കും EWSനും മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27 വയസ്സാണ്. ഇത് കണക്കാക്കുന്നത് 18/3/2025 27 വയസ്സ് തികയുവാൻ പാടില്ല എന്ന ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി റിലാക്സേഷൻ എന്ന് പറയുന്നത് SC, ST, OBC മുതലായ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള പ്രായത്തിലെ ഇളവ് ഇവിടെയും അനുവദനീയമാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ പേ സ്കെയിലാണ്. അത്യാവശ്യം നല്ല പേ സ്കെയിലുള്ളൊരു തസ്തികയാണ്. ഏതാണ്ട് 40,000 മുതൽ 1,40,000 വരെയാണ് ഇതിന് ബേസിക് സാലറി ആയിട്ട് പറയുന്നത്. പിന്നീട് ബാക്കിയുള്ള അലവൻസും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന, തുടക്കത്തിൽ തന്നെ അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന തസ്തികയാണ്. പക്ഷേ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ്. മാത്രമല്ല വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നതും ഇതിനെ എടുത്തു പറയേണ്ടുന്ന ഒരു സവിശേഷതയാണ്. ഇനിയും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും. അതിനുശേഷം ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ഉണ്ടാവും. ശേഷം ഫിസിക്കൽ മെഷർമെൻറ്റും ഡ്രൈവിംഗ് ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേൽ പറഞ്ഞ 2 തസ്തികകൾക്കുണ്ടാവും. അവസാനത്തെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ ഉണ്ടാകണം എന്നില്ല, HR-ലും ഉണ്ടാകണമെന്നില്ല. ഏറ്റവും ആദ്യം പറഞ്ഞ ഫയർ റിലേറ്റഡിൽ മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് ഉണ്ടാവുക. ഇത്രയും പ്രോസസ്സിന് ശേഷമാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുക. ഇനിയും എന്നാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക? നിലവിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ അല്ല. 17/2/2025 ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. ഈ വിൻഡോ ക്ലോസ് ആവുന്നത് 18/3/2025 ഇനിയും ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 1000 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്. മാത്രമല്ല ആപ്ലിക്കേഷൻ ഫീസിനോടൊപ്പം നിർദ്ദിഷ്ട GST കൂടി നിങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നുണ്ട്. ഇനി അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. www.aai.aero എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. നിർദ്ദിഷ്ട യോഗ്യതയുള്ള എല്ലാവരും തന്നെ ഇത് അപേക്ഷിക്കുക. വേക്കൻസി കുറവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അപേക്ഷിക്കാതിരിക്കരുത്. വളരെയധികം സാലറി ഉള്ള അത്യാവശ്യം നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടൊരു തസ്തിക തന്നെയാണ് ഇത് എന്ന് എടുത്തു പറയട്ടെ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. നന്നായി പഠിക്കുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.